മൂന്നാം NDA സർക്കാരിലെ പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെ കിട്ടിയ മന്ത്രിമാർ എന്താണ് അടുത്ത ദിവസം മുതൽ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഉത്തരം ഇന്ന് ലഭിച്ചു. മന്ത്രിമാർ ചുമതലയേറ്റു. സുരേഷ് ഗോപിയും ജോർജ് കുര്യനുമാണ് ചുമതല ഏറ്റെടുത്തത്. നിതിൻ പ്രഭാകരൻ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു. ആദ്യം ഇവരുടെ രണ്ടുപേരുടെയും ചുമതല ഏറ്റെടുക്കലിൻ്റെ വിവരങ്ങൾ, ഒപ്പം മറ്റ് ഏതൊക്കെ മന്ത്രിമാരാണ് ആ രീതിയിൽ ചുമതല ഏറ്റെടുത്തിട്ടുള്ളത്? കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി, ജോർജ് കുര്യൻ എന്നിവർ ഓഫീസുകളിലെത്തി ചുമതല ഏറ്റെടുത്തു. സുരേഷ് ഗോപി ചുമതല ഏറ്റെടുത്തതിന് ശേഷം പ്രതികരിച്ചത്, കേരളത്തിൻ്റെ ടൂറിസം രംഗത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അക്കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ തയ്യാറാകും. മുൻഗാമികൾ ചെയ്ത പ്രവർത്തികൾക്ക് അനുസൃതമായി തന്നെ പ്രവർത്തനങ്ങളുമായി താൻ മുന്നോട്ട് പോകും. അതിനൊപ്പം തന്നെ ഉപയോഗപ്പെടുത്താത്ത ഒരുപാട് സാധ്യതകൾ ഇപ്പോഴുമുണ്ട്. ആ സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ താൻ മുൻപന്തിയിൽ ഉണ്ടാകും. അത് കേരളീയരെ അറിയിക്കാൻ താൻ ആഗ്രഹിക്കുകയാണെന്ന് സുരേഷ് ഗോപി വ്യക്തമാക്കി. അല്പസമയം മുമ്പ് ജോർജ് കുര്യനും മാധ്യമങ്ങളെ കണ്ടു. അദ്ദേഹം വ്യക്തമാക്കുന്നത്, കേരളത്തിലെ തീരദേശത്തെ ജനങ്ങളെ താൻ നേരിട്ട് സന്ദർശിച്ച അവരുടെ പ്രശ്നങ്ങൾ പഠിക്കും എന്നാണ് ജോർജ് കുര്യൻ വ്യക്തമാക്കിയത്. സുരേഷ് ഗോപി മന്ത്രി ഹർദീപ് സിംഗ് പുരിയുടെ ഓഫീസിലെത്തി, ശാസ്ത്രി ഭവനിലെത്തിയാണ് ചുമതല ഏറ്റെടുത്തത്. അല്പസമയം മുമ്പാണ് ജോർജ് കുര്യൻ ചുമതല ഏറ്റെടുക്കുന്നത്. സുരേഷ് ഗോപി രാവിലെ 10 മണിയോടുകൂടി തന്നെ ചുമതല ഏറ്റെടുക്കാൻ എത്തിയിരുന്നു. ഇന്ന് വൈകിട്ട് തന്നെ അദ്ദേഹം കേരളത്തിലേക്ക് എത്തും. നാളെ ക്ഷേത്ര സന്ദർശനമുണ്ട്. അതിനുശേഷം കണ്ണൂരിൽ KG മാരാരുടെ സ്മൃതി കുടീരത്തിൽ സന്ദർശനം നടത്തും. തുടർന്ന് EK നായനാരുടെ ഭാര്യ ശാരദ ടീച്ചറെ അവരുടെ വീട്ടിലെത്തി സന്ദർശിക്കും. തുടർന്ന് അദ്ദേഹം തൃശ്ശൂരിലേക്ക് എത്തുമെന്നാണ് അറിയിപ്പ് ലഭിച്ചിരിക്കുന്നത്. ജോർജ് കുര്യനും കേരളത്തിലെത്തിയ ശേഷം തീരദേശത്തെ ജനങ്ങളെ കണ്ട അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് നേരിട്ടറിയാനുള്ള ശ്രമം നടത്തുമെന്ന് ജോർജ് കുര്യനും അല്പസമയം മുമ്പ് പ്രതികരിച്ചിരിക്കുന്നു. ശരി.